ഏകദേശം ഒരു 11:30 മണിയായപ്പോഴേക്കും ജോക്കുട്ടിനെ കുളിപ്പിച്ച് മിടുക്കനാക്കി ഇരുത്തി കേട്ടോ. പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചപ്പോഴത്തേനും വലിയ കുട്ടീനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ്റെ സന്തോഷം കണ്ടില്ലേ. അപ്പോൾ ഇതാ ഞായറാഴ്ചയാണ്, കുറച്ച് വെയിൽ കണ്ട ദിവസമായതുകൊണ്ട് അലക്കാനുള്ളതെല്ലാം അലക്കി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുന്നുണ്ടായിരുന്നു അലക്കാൻ, അല്ലെങ്കിൽ അലക്കുന്ന ദിവസം ഭ്രാന്ത് പിടിച്ച ദിവസമാണ്. ഇന്ന് പള്ളി പോക്കൊന്നും നടന്നിട്ടില്ല. വൈകിട്ട് വേണം എനിക്ക് ഇനി പള്ളിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാ തുണിയെല്ലാം വിരിച്ചിടാണ്. ഞാൻ പോകുന്നതിൻ്റെ പുറകെ എപ്പോഴും ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഹോളിൽ വന്നിരുന്നിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വെക്കുകയാണ്. ഞായറാഴ്ച ആണെങ്കിൽ പിന്നെ നമുക്ക് ബീഫാണല്ലോ. അപ്പോൾ ദാ ബീഫൊക്കെ വേവിച്ച് വെച്ചു, സവാളയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ച് വന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ കിച്ചണിലെ ചെടികളൊക്കെ വാടിക്കൊരഞ്ഞ് അങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ അതിനെല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്താ ബാക്കി കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും കുക്കറിൻ്റെ പിടി ഇങ്ങനെ ലൂസായി പോകും കേട്ടോ. നിങ്ങൾക്കുണ്ട് ഈ പരിപാടി? എനിക്കിത് എപ്പോഴും റിപ്പയർ ചെയ്യാനേ നേരമുള്ളൂ. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ സെറ്റായി, കറിയൊക്കെ റെഡിയായി. ഇനി പിള്ളേർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കട്ടെ.